ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് പ്രൊമോയ്ക്ക് തന്നെ അനുവിനെ ട്രോളി കൊല്ലുന്ന ലാലേട്ടനെയാണ് നമ്മൾ കാണുന്നത്. ഫുള്ള് തഗ്ഗാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ക്യാപ്റ്റൻസിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമൊക്കെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. ഞാനതല്ല ആലോചിക്കുന്നത്, കഴിഞ്ഞ വീക്കെൻഡിൽ ഞാൻ പറഞ്ഞതാണ്, അനു ഇല്ലാത്തൊരു പ്രൊമോ ഇല്ലടേ. എല്ലാ പ്രൊമോയ്ക്കകത്തും അനുവാണ് മെയിൻ. ഇപ്പം പ്രൊമോയ്ക്കകത്ത് വരാത്തതായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. സാബുമാനുണ്ട്, അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ലക്ഷ്മി എനിക്കൊന്നും ഒരു പ്രൊമോയ്ക്കകത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആദില അനുറയുമായിട്ടുള്ള ഒരു വിഷയത്തിൽ മെയിനായിട്ടൊരു പ്രൊമോയ്ക്കകത്ത് ലക്ഷ്മി വന്നിട്ടുണ്ട്. അപ്പം നെവിൻ, ഈ പറഞ്ഞിട്ടുള്ള അക്ബർ, അങ്ങനെ കുറച്ച് ആൾക്കാർ, എനിക്കൊന്ന് അവിടുന്ന് എവിക്റ്റായി പോയ പല ആൾക്കാരും ഒരു പ്രൊമോയ്ക്കകത്തും വരാത്ത ആൾക്കാർ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. ഇപ്പം നിൽക്കുന്ന ആൾക്കാർ, നിലവിലുള്ള ആൾക്കാർ, നൂറ, ആദില, ഇവരാരും ഒരു പ്രൊമോയ്ക്കകത്ത് ഇതുവരെ വന്നിട്ടില്ല. പ്രൊമോയ്ക്കകത്ത് വരുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യം വരുന്നുണ്ട്, അനീഷ് വരുന്നുണ്ട്, ഷാനവാസ് വരുന്നുണ്ട്, അതുപോലെ അനു വരുന്നുണ്ട്. അനുവാണ് മെയിൻ. അനു ഇല്ലാത്ത ഒരു പ്രൊമോയും ഇല്ല. എല്ലാ പ്രൊമോയും അനുവിന്റെ തല വെച്ചിട്ടാണ് ഇറക്കി വിടുന്നത് തന്നെ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇതെന്തോടെ എല്ലാ പ്രൊമോയിലും അനുവാണോ മെയിൻ താരം എന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്. അനു ഇല്ലാത്തൊരു പ്രൊമോ ഇല്ല. അപ്പം ഇന്ന് ക്യാപ്റ്റൻസിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഇടയ്ക്കുള്ള ഭാഗമാണ്. അപ്പം കാരണം ഇത് ലാലേട്ടൻ ബസ്സിലേക്ക് കയറി വന്ന് ചോദിക്കുന്ന ഒരു ഭാഗമായിട്ടല്ല എനിക്ക് തോന്നി. പ്രൊമോ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി, ഇടയ്ക്ക് കണ്ടുള്ള ഒരു സംഭവമാണ്. കാരണം നെവിനെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. നെവിയില്ല, ചപ്പലി അടിച്ചില്ല, കണ്ണൊക്കെ കലങ്ങി കരഞ്ഞ് തെളിഞ്ഞതുപോലെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി നെവിൻ എന്തൊക്കെയോ കൊട്ട് കിട്ടിയിട്ടുണ്ട് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന്. ലാലേട്ടൻ എയറിൽ കയറ്റി വിട്ടിട്ടുണ്ട്. അതാണ് നെവിന്റെ ഫേസ് ഒക്കെ അങ്ങനെ ഇരിക്കുന്നത്. സാധാരണ നെവിനെ കാണിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറി ഭയങ്കര ഗോഷ്ടികളൊക്കെ കാണിച്ച് അങ്ങനെ ഒരു നെവിനെയാണ് കാണുന്നത് അല്ലേ. കോപ്രായങ്ങളൊക്കെ കാണിച്ചിരിക്കുന്ന നെവിനെയാണ് കാണുന്നത്. നെവിനെ ഒരു വളിഞ്ഞ ചിരിയായിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എന്തോ പുള്ളിക്കാരന് കിട്ടിയിട്ടുണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയുണ്ട് ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അനു പറയുന്നുണ്ട്, ആര്യൻ ഇതുപോലെ ആര്യൻ ക്യാപ്റ്റൻസിക്ക് വേണ്ടി ഒരു ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ടല്ല മത്സരിച്ചത്, നോമിനേഷൻ ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മത്സരിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പൊ അനു അങ്ങനെ ഈ ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ട് ആര്യൻ മത്സരിച്ചത് നോമിനേഷൻ ഫ്രീ ആവാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ടാണെന്ന് പറയുന്ന സമയത്ത് ലാലേട്ടൻ പറയുന്നത് അത് പുതിയൊരു കണ്ടുപിടുത്തമാണോ, അപ്പം ആരാണ് നോമിനേഷൻ ഫ്രീ ആഗ്രഹിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ ട്രോളുന്നുണ്ട്, തగ్గടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട്, അനു ചില സമയത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കും അറിയത്തില്ലെന്ന് പറയുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ആര്യന്റെ അടുത്തും ചോദിക്കുന്നു. ആര്യനും പറയുന്നുണ്ട്, എനിക്കും ഒന്നും അറിയത്തില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത് അനുവിന്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ആര്യനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ആര്യന്റെ എക്സ്പ്രഷൻ ഒന്ന് കാണിക്കുന്നു, എനിക്കൊന്നും അറിയാത്ത പോലെ, ഞാൻ ക്യാപ്റ്റന് വേണ്ടിയിട്ടാണ് ഞാൻ മത്സരിച്ചത് എന്നുള്ളൊരു എക്സ്പ്രഷനൊക്കെയാണ് ഈ ആര്യന്റെ ഒന്നാമത്തെ കാര്യം എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് വെച്ചാൽ ഈ ആര്യന്റെ വളിഞ്ഞ കുറെ എന്ത് കള്ളത്തരങ്ങൾ കാണിച്ചിട്ടും അതില്ല എക്സ്പ്രഷൻ ഇട്ടില്ല, ഓവറാക്കി ചെലവാക്കുമെന്ന് പറയുമല്ലോ, അതേ രീതിയിൽ കാണിക്കുന്ന ഒരു രീതിയുണ്ട്. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. കാരണം ഈ ആര്യന്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ ഉള്ള ആൾക്കാർ മാത്രമേ ഇത് ആരും അറിയുന്നില്ലെന്നാണ് വിചാരം. പക്ഷെ ഇത് ജനങ്ങൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ഇവർ പറയുന്നതും. അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് എക്സ്പ്രഷൻ ഇട്ട് എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിലേക്ക് നിൽക്കുന്ന ഒരു കുറെ ഈ നെവിന്റെ എക്സ്പ്രഷനും ഈ ആര്യന്റെ എക്സ്പ്രഷനൊക്കെ ഞാൻ ലൈവിൽ കണ്ട് വെറുത്ത്, സത്യം പറഞ്ഞാൽ. ഇങ്ങനെ കുറെ എക്സ്പ്രഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ആര്യൻ ഇങ്ങനെ ഭയങ്കര എക്സ്പ്രസ് ചെയ്ത് കണ്ണൊക്കെ തള്ളി, രണ്ട് കണ്ണും തള്ളി വെളിയിൽ വീഴുന്ന രീതിയിലൊക്കെ എക്സ്പ്രഷൻ ഇട്ടൊക്കെ ഇരിപ്പുണ്ട്. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ടാണ് ലാലേട്ടൻ മത്സരിച്ച് അനു പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞാൻ ഞെട്ടിപ്പോയി, ഇതൊന്നും എനിക്ക് അറിയാത്ത കാര്യം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ അനു പറഞ്ഞതിൽ സത്യം പറഞ്ഞാൽ എന്താണ് തെറ്റ്? കാരണം ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് ആര്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നോമിനേഷൻ ഫ്രീ ആയാൽ മതി, അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് ക്യാപ്റ്റൻ ആവേണ്ട ആവശ്യമില്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല, എനിക്ക് നോമിനേഷൻ ഫ്രീ ആവണം. അനുവും സാബുമാനും ഇതുപോലെ നോമിനേഷനകത്തില്ല, അപ്പൊ അവർക്ക് കുഴപ്പമില്ല. അപ്പം എങ്ങനെയെങ്കിലും എനിക്ക് നോമിനേഷൻ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഈ ക്യാപ്റ്റൻസി ജയിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അനു അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനു പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ക്യാപ്റ്റൻ ആവണം, കാരണം ഞാനിത് ഒരുപാട് ആഗ്രഹിച്ചതാണ്, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പെങ്കിലും എനിക്കൊരു ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ടെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു. ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പെയാണ് ഇവർ രണ്ടും ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്രയും പറഞ്ഞിട്ടുള്ള ആര്യൻ, ഇവിടെ അനു ആര്യം പറഞ്ഞിട്ടുള്ള കാര്യം എടുത്തിടുമ്പോഴത്തേക്ക് ഒന്നും അറിയാത്ത പോലെ കണ്ണൊക്കെ തള്ളി, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ചേട്ടാ എന്നുള്ളൊരു ഭാവത്തോടാണ് ആര്യൻ ഇരിക്കുന്നത്. ഞാൻ ക്യാപ്റ്റന് വേണ്ടിയിട്ട് മാത്രം മത്സരിച്ചൊരു വ്യക്തിയായിട്ടാണ് എന്നൊരു ഇതിലൂടെയാണ് ആര്യൻ അവിടെ ഇരിക്കുന്ന ആ ഒരു പ്രൊമോയിലൂടെ കാണുന്നത്. അപ്പം ലാലേട്ടൻ കുറെ ട്രോളുന്നുണ്ട്, തഗ്ഗൊക്കെ അടിക്കുന്നുണ്ട്. അനുവിനെയാണ് ട്രോളുന്നത്. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ടെന്ന് നോക്കിയോ നോമിനേഷൻ ഫ്രീ ആർക്ക് കിട്ടിയാലും ആരും വേണ്ടെന്ന് വെക്കത്തില്ല. പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട്.
കാരണം ഒരു ബിഗ് ബോസ് വീട്ടിലെ ഒരു ക്യാപ്റ്റൻ ആവുക എന്ന് പറയുന്നതിൽ, കാരണം കാരണം അവരെ ഒരു ക്വാളിറ്റി, ഒരു ക്യാപ്റ്റന്റെ ക്വാളിറ്റി, കഴിവ്, അത് എന്താണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് അല്ലേ. അല്ലാതെ നോമിനേഷൻ ഫ്രീ ആവുക, ഈ പറഞ്ഞിട്ടുള്ള എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുക എന്നതിലുപരി അവിടെ ആ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ ആവുക. കാരണം മറ്റുള്ള ക്യാപ്റ്റനേക്കാളും കൂടുതൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അവർ ചെയ്യാത്ത പല കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു ഒരു നമ്മളൊരു ക്വാളിറ്റി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് അല്ലേ. അപ്പൊ ആ അവസരം അത് ഈ നോമിനേഷൻ ഫ്രീക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ചൊരു ആരിനെയാണ് നമ്മൾ ആ ക്യാപ്റ്റൻസി ടാസ്കിൽ കണ്ടത്. ആ വലിയ ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എങ്ങനെയെങ്കിലും നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടുക. അതാണ് ആരിന്റെ ആ ഒരു അപ്പോഴത്തെ ഒരു പുള്ളിയുടെ ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നോമിനേഷന് പേടിയുള്ള ആള് എന്തിനാണ് അവിടെ ബിഗ് ബോസിലേക്ക് കയറി ചെന്നിട്ടുള്ളത്. ബിഗ് ബോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ നോമിനേഷൻ വരും, എവിക്ഷൻ വരും, എല്ലാം വരും. അപ്പം അവിടെ ഇതൊക്കെ ഫേസ് ചെയ്ത് തരണം ചെയ്ത് നിൽക്കുന്നവൻ മാത്രമേ, ഇത് പേടിയുള്ള ആൾ എന്തിനാണ് ഇത്രയും പേടിയുള്ള ആൾ എന്തിനാണ് അവിടുത്തെ ഇത്രയും ഈ പറഞ്ഞിട്ടുള്ള ഗെയിം കളിക്കാൻ നിൽക്കുന്നത്. മാന്യമായിട്ട് ഗെയിം കളിച്ചൂടെ? അല്ലെങ്കിൽ തന്നെ ഈ എവിക്ഷനകത്ത് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഈ നോമിനേഷനകത്ത് വരുമ്പോഴത്തേക്ക് ഇത്രയും പേടിക്കേണ്ട കാര്യം എന്താണ്? അപ്പം സ്വന്തമായിട്ട് ഒരു ഇതും ഇല്ലാത്ത ആൾക്കാരാണ്, ഒരു നിലപാടും ഇല്ലാത്ത ആൾക്കാരാണ് അവിടെ ഈ നോമിനേഷനും അതുപോലെ എവിക്ഷനൊക്കെ വരുന്ന സമയത്ത് പേടിച്ച് മുട്ടിടിച്ച് നിൽക്കുന്നത്. അല്ലാത്തുള്ള ആൾക്കാർ ഇതൊരു ഗെയിമിന്റെ ഭാഗമാണ്, ഞാൻ കളിച്ചിട്ടുള്ള ഒരു ഭാഗമായിട്ട് ഞാൻ എന്തൊക്കെ അവിടെ കാണിച്ചു വെച്ചിട്ടുണ്ടോ അതിന്റെ ഭാഗമായിട്ടാണ് എന്നെ ജനങ്ങൾ എടുത്ത് പുറത്ത് കളഞ്ഞത്. അപ്പം അതിൽ വിശ്വസിച്ച് ഈ പറഞ്ഞിട്ടുള്ള ചങ്കൂറ്റത്തോടെ ഇറങ്ങി വരും. അല്ലാതെ അവിടെ നിന്ന് പേടിച്ച് മുട്ടിടിച്ച് നിന്ന് കരയേണ്ട കാര്യമില്ല. അങ്ങനെ പേടിച്ചിരിക്കുന്ന ആൾക്കാരെ ഒട്ടും നിലപാടില്ലാത്ത ആൾക്കാരെന്നാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇവിടെ എന്തിനാണ് ഈ നോമിനേഷനെ പേടിക്കുന്നത്? ഇത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ ആണ്, മറ്റേതായിട്ടുള്ള പ്ലെയർ ആണ്, മറിച്ചതായിട്ടുള്ള പ്ലെയർ ആണെന്നൊക്കെ സ്വയം പോയിട്ട് പാടുന്ന ഇവരൊക്കെ എന്തിനാണ് പേടിക്കുന്നത് അല്ലേ. അപ്പം ഇവിടെ നമ്മൾ കണ്ടതാണ് ആ ഒരു ടാസ്കിന്റെ ഇടയ്ക്ക് ഈ ഒരു നോമിനേഷൻ ഫ്രീക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയത്. ഈ സാബുമാനെയും ഈ പറഞ്ഞിട്ടുള്ള അനുവിനെയും ഔട്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഇടയ്ക്ക് നെവിനെയും പിടിച്ച് കയറ്റി, ഈ നെവിന്റെ അതിനകത്തുള്ളൊരു വെറുപ്പീരും കയറ് പിടിച്ച് തറയെ കിടക്കുന്നു. എന്നിട്ട് പ്രൊവോക്കിങ്ങിന്റെ എക്സ്ട്രീം ലെവലായിരുന്നു. എങ്ങനെയെങ്കിലും അനുവിനെയും സാബുവിനെയും ഔട്ടാക്കുക, അതാണ് ഈ ആരിന്റെ ഉദ്ദേശം. പക്ഷേ അത് കൂടുതൽ അനുവിന്റെ അടുത്തായിരുന്നു. മുഖത്ത് ഊതുന്നു, ഭയങ്കര വെറുപ്പീരായിരുന്നു. ക്യാപ്റ്റൻസി ടാസ്ക് തന്നെ ഭയങ്കര വെറുപ്പീരായിരുന്നു. അപ്പം നോമിനേഷൻ ഫ്രീക്ക് വേണ്ടി അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ലാലേട്ടൻ ഇത് ചോദിക്കുന്ന സമയത്ത് ഒന്നും അറിയാത്തോളൂ, അയ്യോ ലാലേട്ട എന്നുള്ള രീതിയിലുള്ള എക്സ്പ്രഷനൊക്കെ രണ്ട് കണ്ണും വെളിയിൽ വരുന്ന രീതിയിലാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാൻ അറിയത്തില്ല. അത് അനീഷ് പറഞ്ഞതുമായിട്ട് കുറച്ച് കാര്യമുണ്ട്. അനീഷ് പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. അനു എന്താണ് പറയുന്നതെന്ന് എനിക്ക് ചില സമയത്ത് എനിക്ക് അറിയത്തില്ല. ശരിയാണ്, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് പറയേണ്ട കാര്യങ്ങൾ, പുള്ളിക്കാരിയുടെ ഭാഗത്ത് ന്യായമുള്ള കാര്യങ്ങൾ പോലും പുള്ളിക്കാരിക്ക് അതെങ്ങനെ പ്രസന്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അവിടെയാണ് പുള്ളിക്കാരിക്ക് നെഗറ്റീവ്. ന്യായം ഉണ്ടെങ്കിൽ തന്നെ അതൊരു നെഗറ്റീവിലേക്ക് മാറുന്നത് അങ്ങനെയാണ്. അപ്പം മറ്റുള്ളവർ അതിൽ പിടിച്ചിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വളച്ചൊടിച്ച് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷെ അനുവിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. കാരണം കാര്യങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നറിയത്തില്ല. പക്ഷേ കാര്യങ്ങൾ കറക്റ്റായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുവാണെങ്കിലുണ്ടല്ലോ ഒരാളും പിന്നെ വാ തുറക്കത്തില്ല. അനുവിന് ഇവിടെ പറയാം. കാരണം ഇവിടെ ആര്യന് ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ട്, നോമിനേഷൻ ഫ്രീക്ക് വേണ്ടിയിട്ടാണ് ആര്യൻ ആ ഒരു ടാസ്കിൽ കയറുന്നതിന് മുമ്പ് തന്നെ ആ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ആ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാം. ഇവിടെ ആരിന്റെ ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ എന്നുള്ളൊരു പവർ അല്ല, ക്യാപ്റ്റൻ എന്നുള്ളൊരു സ്ഥാനമല്ല വേണ്ടുന്നത്. എങ്ങനെയെങ്കിലും നോമിനേഷൻ ഫ്രീ ആയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് മുമ്പോട്ട് പോവുക, ആ ഒരു ആവശ്യം മാത്രമാണ് ആരിന് വേണ്ടുന്നത്. ഇവിടെ നോമിനേഷൻ ഫ്രീ എന്നൊരു സംഭവം അവിടെ വെച്ചില്ലായിരുന്നെങ്കിൽ, വെറും ഒരു ക്യാപ്റ്റൻസി ടാസ്ക് മാത്രമായിരുന്നെങ്കിൽ ആരിന് ഇത്രയും ആത്മാർത്ഥതയോടെ അവിടെ മത്സരിക്കുമായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഈ ഒരു നോമിനേഷൻ ഫ്രീ ഉള്ളതുകൊണ്ട് മാത്രമാണ് അത്രയും ഈ പറഞ്ഞിട്ടുള്ള അത്രയും എഫോർട്ട് ഇട്ട് ആര്യൻ ആ ഒരു ക്യാപ്റ്റൻസി ജയിക്കാൻ വേണ്ടിയിട്ട് അവിടെ അത്രയും കാണിച്ചു കൂട്ടിയത് അല്ലേ. അപ്പം ഇത്രയും പേടിച്ച് എന്തിനാണ് അവിടെ നിൽക്കുന്നത്? ഇത്രയും പേടിയുള്ളവർ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? നോമിനേഷന് പേടിയുള്ളവർ, എവിക്ഷന് പേടിയുള്ളവരൊക്കെ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? അതാണ് ഞാൻ എൻ്റെ അഭിപ്രായം അതാണ്. ഇത്രയും പേടിയുള്ളവർ അവിടെ നിൽക്കില്ല, അതാണ് വേണ്ടുന്നത്. അവിടെ നിന്ന് ഇറങ്ങിപ്പോണം, വാക്കൗട്ട് ചെയ്ത് ഇറങ്ങിപ്പോണം, അതാണ് വേണ്ടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം ഇതിനെപ്പറ്റിയുള്ളതൊക്കെ കൂടുതൽ നമുക്ക് എപ്പിസോഡ് വരുമ്പം എന്താ സംഭവം നമുക്ക് കാണാം.